നമസ്കാരം. ഞാനേ യൂട്യൂബിൽ ലൈവ് പോകാനാണ് ഇരുന്നത്, പെട്ടെന്നത് ഫേസ്ബുക്കിലോട്ടാക്കി. സനൽകുമാർ നമസ്കാരം. ജയശ്രീ വിനോദ് ഹായ്. ജയശ്രീ അമൃത ആമി ഹായ് നമസ്കാരം. നമസ്തേ നമസ്തേ സനൽകുമാർ നമസ്തേ. ഗോപാലകൃഷ്ണൻ നമസ്കാരം. കുറച്ച് ദിവസമായി ലൈവൊക്കെ വന്നിട്ടെ. അതിനിടയ്ക്ക് ഓണമൊക്കെ വന്നു പോയി. അപ്പോൾ എല്ലാവരും തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ. കുറച്ച് മുമ്പ് ഒരു അറിയിപ്പ് കൊടുത്തത് യൂട്യൂബിൽ വരുന്നതായിരുന്നു കേട്ടോ. കുഴപ്പമില്ലല്ലോ അല്ലേ? ഇതിലായാലും പോട്ടെ. സുജിത്ത് നമസ്കാരം. രമ്യ നമസ്കാരം. സുഖാണ് ജയശ്രീ. സുഖം. രമ്യ നമസ്കാരം. ഹായ്. കലാമണ്ഡലം രജനി നമസ്കാരം. ഹായ്. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാൻ കുറേ ദിവസമായി വന്നിട്ട്. ഓണമൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു. ഓണക്കോടിയൊക്കെ മേടിച്ച്. ഈ വർഷം നമുക്ക് പ്രത്യേകിച്ച് ദുരന്തങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാര്യമായിട്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ഓണം ആഘോഷിച്ചില്ലല്ലോ, വയനാട് പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട്. വയനാട്ടിൽ ഭയങ്കര ദുരന്തമൊക്കെ ഉണ്ടായല്ലോ, പാവങ്ങൾ കുറച്ച് പേര് മരിച്ച്. റോയിന നമസ്കാരം. ഹായ് അമ്മ. ഹലോ നമസ്കാരം. പുത്തൻ ശരിയാ, കുറച്ച് ദിവസമായി ലൈവ് വന്നിട്ട്. സമിത നമസ്കാരം. പ്രവീൺ കുമാർ നമസ്കാരം. സംഗീത രാജൻ. തൃശ്ശൂർ സംഗീതയാണോ? സുദേവ് നായർ നമസ്കാരം. അനു നമസ്കാരം. സുഖമാണ് അനു. സുഖമില്ലെങ്കിലും സുഖം അങ്ങോട്ട് പറയണ്ടേ അല്ലേ? അതല്ലേ ശരി. ഫൈസൽ നമസ്കാരം. പിന്നെ നിങ്ങളങ്ങനെ വേണം, എൻ്റെ കൂടെ വേണം. എന്നും തെറി വിളിക്കുന്നുണ്ട് കേട്ടോ കുറേ പേരെ. വിളിച്ചിട്ട് പോട്ടെന്നേ. അതേപോലെ നമ്മളെന്തിനാ ആദ്യമൊക്കെ നമ്മൾ ആവേശം കൊണ്ട് കുറേ പേരെ തിരിച്ചൊക്കെ തെറിയൊക്കെ വിളിച്ചു. അത് എൻ്റെ വേണ്ടപ്പെട്ട എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ക്ഷമിക്കുക. അല്ലാതെ ഞാൻ നിർത്തി, തെറി തിരിച്ചു വിളിക്കലും നിർത്തി. അവർ വിളിച്ചിട്ട് പോട്ടെ. ഷിനുരാജ് നമസ്കാരം. ശ്രീകല നമസ്കാരം. ബൈജു നമസ്കാരം. സുദേവ് നമസ്കാരം. മനോജ് കുമാർ നമസ്കാരം. ഹരിനാരായൺ നമസ്കാരം. ആലപ്പുഴ ഗോപാലകൃഷ്ണൻ സുഖമായിരിക്കുന്നു. അകലെ പായുതേ കണ്ണ 2 വരി. അയ്യോ, ഏത് പാട്ടാവോ മനസ്സിലായില്ല. കലയൻ സുജോ നമസ്കാരം. ശ്രീകല നമസ്കാരം. രശ്മി നമസ്കാരം. ലളിത കുറുപ്പ് നമസ്കാരം. സൈദ അടുത്ത് പോയിക്കോളും. അതെ. ശ്രീലത കൃഷ്ണൻ നമസ്കാരം.
ബാലമുരളി നമസ്കാരം. നമസ്തേ നമസ്തേ. അതെ അതെ അതെ, എല്ലാവരും സുഖമായിരിക്കട്ടെ, അതല്ലേ നമുക്ക് സന്തോഷം. എല്ലാവർക്കും ഇഷ്ടമാകും. അതല്ലാതെ തെറി വിളിച്ചാൽ ഇല്ല, തെറിവിളിയൊക്കെ നിർത്തി. അവരെന്തെങ്കിലും ആവട്ടെ, വിളിച്ചു പോട്ടെ. അവർക്ക് അതൊരു സായുജ്യം കിട്ടുകയാണെങ്കിൽ അവരതങ്ങ് വിളിക്കട്ടെ. സതി നമസ്കാരം. ശ്രീലതാ കൃഷ്ണൻ. ചിലത് വായിക്കണേന് മറിഞ്ഞു പോകണം കേട്ടോ. എല്ലാവരും ഒന്ന് ഇതാക്കണേ. ലേഖ നമസ്കാരം. സതി രവികുമാർ നമസ്കാരം. റോയിന വർഗീസ് നമസ്കാരം. അതെ, എന്നും സുഖമായിരിക്കാം. സുഖമാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹരിപ്രിയ നമസ്കാരം. രമ്യ നമസ്കാരം. കലാമണ്ഡലം രജനി നമസ്കാരം. അതെ അതെ അതെ, കുറച്ച് ദിവസമായി ലൈവ് വന്ന്. റോയിന ശരിയാ, പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നേ, ഇച്ചിരി തിരക്കായിരുന്നു. പിന്നെ ഓണമൊക്കെ അല്ലേ, എല്ലാവരും ഇങ്ങനെ അടിച്ചു പൊളിച്ചിരിക്കും. പിന്നെ ഓണമായിട്ട് കൊല്ലവരെ എന്നൊക്കെ തെറി കേൾക്കണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കൂടുതലും. സുദേവ് ഹലോ സുദേവ് ഹലോ നമസ്കാരം. ഒരു ഹായ് പറയാം. ആരാണ് നോക്കട്ടെ? സുദേവ് ഹായ്. VZM എന്ത് നോക്കിയാവോ? അതെ, ആരോഗ്യത്തോടെ ഇരിക്കുക. ഷൈനു, ശ്രീകല, ബൈജു, സുദേവ് അതെ, സന്തോഷം. എല്ലാവരും സന്തോഷമായിരിക്കട്ടെ. സുദേവ് ടീച്ചറെ, ഞാൻ ആലപ്പുഴയിൽ നിന്ന് ഗോപാലകൃഷ്ണൻ ടീച്ചർ. സുഖമായിരിക്കുന്നു. ഗോപാലകൃഷ്ണൻ സുഖമായിരിക്കണം കേട്ടോ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ആരോഗ്യമൊക്കെ ഉണ്ട്. അവർ പ്രത്യേകിച്ച് രോഗങ്ങളൊന്നുമില്ല. ലളിത നമസ്കാരം. സൈദിഖ് അതെ, തെറി വിളിക്കുന്നില്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ നിർത്തി. പക്ഷെ ഇപ്പോൾ കുറവുണ്ട് കേട്ടോ. ഈ പറയണവർക്കേ സ്റ്റോക്കൊക്കെ തീർന്നെന്ന് തോന്നുന്നു. ഹരിപ്രിയ. അപ്പോൾ പിന്നെ അവരിനി സ്റ്റോക്ക് പുതിയത് കൊണ്ടുവരട്ടെ തെറി പറയാനായിട്ട്. സാദിഖ് നമസ്കാരം. സതി നമസ്കാരം. ശ്രീലതാ കൃഷ്ണൻ നമസ്കാരം. കമൻറ്റ് ചെയ്തോ? ഏത് ഡാൻസാന്ന് ഓർമ്മയില്ല കേട്ടോ. ഏതോ ഡാൻസ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നല്ല കമൻറ്റ് ഇടാറുള്ളൂ. അജിതാഹരെ രണ്ടുപേര് പാടാമോ? പാടാം. ലാസ്റ്റ് പാടേ. ഹരിപ്രിയ നമസ്തേ. എന്തെന്നാന്നേ റോയിന, എന്ത് സൗന്ദര്യം നമുക്കൊക്കെ. നമ്മളൊന്നും വലിയ സൗന്ദര്യമുള്ളവരൊന്നുമല്ല, വെറുതെ ഇങ്ങനെ
നമ്മൾ കുളിച്ചൊരുങ്ങി കുറച്ച് അത്യാവശ്യത്തിന് ഒരുങ്ങിയൊക്കെ നടക്കും. അതിനാണ് ഇങ്ങനെ പറയണത് അനാവശ്യം. കല്യാൺ, ടീച്ചറിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് 2 വരി പാടാം. നമസ്കാരം നിഷ കെ നായർ, നമസ്കാരം. ഗോപാലകൃഷ്ണൻ, ടീച്ചറെ അകലെ വായുതേ കണ്ണ. അയ്യോ, അതെനിക്ക് അത്ര പിടിയില്ലാത്തൊരു പാട്ടാണല്ലോ. രാജേഷ്, നമസ്കാരം. മിനി അനിൽകുമാർ, നമസ്കാരം മോളെ. രാജേഷ് ട്രിവാൻഡ്രം, ആരാണോ? ഹായ് രാജേഷ്. ഓ ഓക്കെ ട്രിവാൻഡ്രം ആണ്. ഓക്കെ. സിന്ധു, നമസ്കാരം. രാജേഷ്, നമസ്കാരം. രതീഷ്, നമസ്കാരം. രാജേഷ്, ഡാൻസ് പഠിക്കണം. അതിനെന്താ, വരൂ പഠിപ്പിക്കാം. രാജേഷിന് ഡാൻസ് പഠിക്കണം, അതിനെന്താ പഠിപ്പിക്കാൻ വരൂ. നിഖിൽ, നമസ്കാരം. നിഖിൽ, ശ്രീധരൻ, നമസ്കാരം. ഒരു കീർത്തനം പാടും. എല്ലാവരും സിനിമാ പാട്ട്, കീർത്തനം, അങ്ങനെ 3-4 എണ്ണമൊക്കെ വന്ന് എങ്ങനെയാണ് പാടുക? കീർത്തനമൊക്കെ പാടണമെങ്കിൽ ശ്രുതിയൊക്കെ ഇട്ട് ശരിയായിട്ടുള്ള പാടാൻ പറ്റുള്ളൂ. സിന്ധു, സുഖമാണ് സിന്ധു, കുഴപ്പമില്ല കേട്ടോ. സുഖമായിട്ട് പോണു. പിന്നെന്താ രാജേഷ്? രജീഷ്, ഡാൻസ് പഠിക്കണം, അതിനെന്താ പഠിപ്പിക്കാം. ബാലുശ്ശേരി, നമസ്തേ. ബിജി, നമസ്തേ. മിനി, സുഖമാണ് മിനി, സുഖമായിരിക്കണം, കുഴപ്പമില്ല. ശ്രീകുമാർ, നമസ്കാരം.
രാഖി നമസ്കാരം, നമസ്കാരം. ഇനിയിപ്പോൾ നമ്മുടെ ഓണമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതാ വരുന്ന അടുത്ത അവധി ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ നമ്മുടെ പൂജ വെപ്പല്ലേ ഇനി. അന്നാണ് ഞങ്ങളൊക്കെ കലാകാരന്മാർ കൂടുതൽ തിരക്കുള്ള ഒരു സമയമാണ് ആ സമയം. പുതിയ അഡ്മിഷനും ക്ലാസ്സുകളൊക്കെ ആയിട്ടെ, പിന്നെ വിദ്യാരംഭം, 10 ദിവസത്തെ കൊലുവയ്ക്കൽ എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം വർക്കിംഗ് ഡേ ആണ് വന്നിരിക്കുന്നത്, പൂജ വെപ്പെല്ലാം. ഇപ്പോൾ സ്കൂളുകളൊക്കെ അവധിയായിരിക്കുമല്ലോ. ബാലുശ്ശേരി ഹായ്. പിന്നെ നമ്മൾ തെറി വിളിക്കുന്നവരെയൊക്കെ കുറേ പേർക്കൊക്കെ കൊണ്ടുവന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. അവർ പതുക്കെ പതുക്കെ വിളിക്കും. എന്നുവെച്ചാൽ പുറത്തുനിന്നുള്ളവരൊക്കെയാണ് കൂടുതൽ വിളിക്കണത്. അപ്പോൾ അവന്മാരെന്താ പറയുക, അവിടെ കിടക്കല്ലേ എന്നുള്ളൊരു ധൈര്യമാണ്. അപ്പോൾ അതിനുള്ള നമ്മളെല്ലാ തെളിവുകളും കൊണ്ട് ഒരു 17 പേർക്കെതിരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് റൗണ്ടാക്കാം, നമുക്ക് ഇന്ന് 20 ആക്കാം. 17 പേർക്കെതിരെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു സീനിയർ സിറ്റിസൺ ആയതുകൊണ്ടേ അവർ പെട്ടെന്ന് എടുക്കുന്നുണ്ട് കേട്ടോ, ഞാൻ കൊണ്ട് കൊടുക്കുമ്പോഴേ. അപ്പോൾ അവന്മാരെന്തായാലും ലീവിന് വരുമ്പോൾ അവരിവിടെ വെച്ച് പൂട്ടും എയർപോർട്ടിൽ നിന്ന് വെച്ചാൽ അതേപോലെ പറയണതേ. അപ്പോൾ പിന്നെ നമ്മൾ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. സൈബർ സെല്ലിലൊക്കെ അവിടെ കിടന്നിട്ടായി വിളിക്കുന്നത്. അന്യനാട്ടിലെ ഇന്ത്യയൊക്കെ വിട്ട് പല നാട്ടിലുള്ളവർ, അവർക്ക് അതൊരു സായുജ്യം. പറയട്ടെ, നോക്കാം നമുക്ക്. എനിക്കില്ലോ ടീച്ചർ ഓണം എങ്ങനെയുണ്ടായിരുന്നോ? കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നന്നായിരുന്നു ഓണമൊന്നും. ഓണമൊക്കെ നന്നായിരുന്നു, കുഴപ്പമില്ല. കുറേ പേരെ പേടിച്ച് വാണിങ്ങൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട് അവർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇച്ചിരി കുറവുണ്ടെന്ന് പറയാൻ കാര്യം കേട്ടോ. എന്നെ മാത്രമല്ലല്ലോ, അവർ പോലീസുകാർ കൊണ്ടു കൊടുക്കുന്ന പരാതികൾ അവിടെ ചെല്ലുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഞാൻ ചെല്ലുമ്പോഴേ പരാതിയായിട്ടെ കൂടുതലും സ്ത്രീകളാണ്. അജിത ഹരേ ജയ മാധവ വിഷ്ണു. അജിത ഹരേ ജയ മാധവ വിഷ്ണു. മതിയോ? അജിതാഹരെ വേണമെന്ന്. എന്തായാലും കഥകളിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും അല്ലേ അജിതാഹരെയൊക്കെ ഇഷ്ടപ്പെടുന്ന പാട്ട്. ആ പാട്ട് ഇഷ്ടപ്പെടുമ്പോൾ കഥകളിയായിട്ട് നല്ല ടച്ചുള്ള ആളായിരിക്കും അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞേ? അതേപോലെ മോഹിനിയാട്ടത്തിലുണ്ട് കേട്ടോ. അത് മോഹിനിയാട്ടത്തിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അജിതാഹരെ. നല്ല ഫീലുള്ള ഒരു, നല്ല അഭിനയിക്കാൻ നല്ല ഇതായിട്ടുള്ളതാണ്. രജീഷ് ആർ പിള്ളൈ സുഖമാണ്. സുഖമാണ് കേട്ടോ രജീഷ് കുറേ അല്ലേ? രജീഷ് എങ്ങനെ കുറേ അല്ല, ഒരു 10-20 എണ്ണമായി രജീഷ് മാത്രം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണ. ട്രിവാൻഡ്രം ഹായിന്നും എത്രയേ ഉള്ളൂ. അതാ പിന്നെ 3 എണ്ണം വന്നേക്കണം. രജീഷ് എന്തിനാ ഇങ്ങനെ ഇത്ര അധികം ഇടുന്നതാവോ? കാര്യം മനസ്സിലായില്ല. കുറേ വന്നിട്ടുണ്ട്. ചന്ദ്രൻ പിള്ളൈ നമസ്കാരം. രാഹി നമസ്തേ ഹായ്. ശ്രീജേഷ് നമസ്കാരം. സുഖമാണ് കേട്ടോ.
ഓക്കെ രാഖി. എത്ര പേർക്ക് എതിരെ കേസ് കൊടുത്തു എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടേ. ഇപ്പോൾ നിലവിൽ ഞാൻ 17 പേർക്കെതിരെ കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞേക്കണ കൊടുത്തിടാൻ പറയും, മനസ്സിലായി? നമ്മൾ ചെന്ന് പറയുമ്പോഴേ സൈബർ സെല്ലൊക്കെ പറയണത് കൊടുത്തിടുക. അവർ വരുന്ന മുറയ്ക്കേ നമുക്കവരെ പിടിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇവരെയൊക്കെ ചിലരുടെയൊക്കെ വീടുകളിലൊക്കെ ചെന്നിട്ടുണ്ട്. അതിന് കണക്കാക്കി ഞാൻ കൊടുത്തു. ഞാനെന്താ അറിയുക, കുറേ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ കുറേ പേരെ മക്കളെ ഞാൻ പഠിപ്പിക്കണ്ടേ. അപ്പോൾ പിന്നെ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അതിനൊന്നും, അവരെയൊക്കെ ഇതാക്കാനായിട്ട്, പിടിക്കാനും അവരുടെ അഡ്രസ്സ് എടുക്കാനൊക്കെ. നമ്മൾ വെറുതെ ഒരു ഡാൻസ് ടീച്ചറല്ല. കുറച്ച് മിനി അനിൽകുമാർ ടീച്ചർ തെറി വിളിക്കാതെ. അത് തന്നെ മിനി, അത് തന്നെ എനിക്കിഷ്ടം. അത് തന്നെ ഞാൻ വിളിക്കുന്നില്ല, ഞാൻ നിർത്തി. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ കുറേ പേരെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നെക്കാളൊക്കെ എൻ്റെ മക്കളെ പ്രായമുള്ളൂ കുറേ പേര്. അവരെയൊക്കെ പറയണത് ഞാൻ കേൾക്കണ്ടേ? ഞാനിനി ചെറിയൊന്നും വിളിക്കുന്നില്ല, ഞാൻ നിർത്തി. ഒരാവേശത്തിന് എന്തൊക്കെയോ വിളിച്ച് കുറച്ചൊക്കെ, അതൊക്കെ അങ്ങ് ക്ഷമിച്ച് കളാട്ടോ എല്ലാവരും. നമ്മളെന്തിനു വെറുതെ എന്താ പറയുക. അപ്പോൾ ഞാൻ അവർ തമ്മിലുള്ളൊരു വ്യത്യാസം മനസ്സിലാവില്ല ആൾക്കാർക്ക്. അവരെ പോലെ ഞാൻ ആവരുതല്ല. ഹരി നമസ്കാരം. സുനിൽ നായർ നമസ്കാരം. തുളസി ഹായ്. ജോളി നമസ്കാരം. സുലേഖ നമസ്കാരം. ഓക്കെ. ശിവ നമസ്കാരം. മഞ്ജു ഗോപിനാഥ് നമസ്കാരം. മഞ്ജു, അഷ്ടമിരോഹിണിക്ക് കുട്ടികളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ അടുത്തായിരുന്നു പ്രോഗ്രാം. പാട്ട് പാടുമ്പോൾ 4 വരിയേ പാടുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ കുറേ പേര് പാട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. രതി നമസ്കാരം. മനു ജോസഫ് നമസ്കാരം. ചിലരെ പേരൊക്കെ അങ്ങ് വിട്ടുപോകല്ലേ കേട്ടോ. ഇതെന്ന് സ്റ്റാസാ? എല്ലാവരും എനിക്ക് സ്റ്റാർസൊക്കെ അയക്കാത്തത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ട് ആരും അയച്ചില്ല. അപ്പം അത്രയ്ക്കേ ഉള്ളൂ അല്ലേ? എല്ലാവരും അയക്കണേ. പ്രീത നമസ്കാരം.
ഉണ്ണി നമസ്കാരം. ശ്രീകുമാർ നമസ്കാരം. അണ്ട ഇതുവരെ ഒരു പ്രശ്നവുമില്ല. നല്ല നല്ല ആൾക്കാർ വന്നിട്ടുണ്ട്, എൻ്റെ സ്വന്തം സഹോദരങ്ങൾ. ഒരു പ്രശ്നവുമില്ല ഇതുവരെ. ആരും ഒന്നും പറയാൻ വന്നിട്ടില്ല കേട്ടോ. എല്ലാവർക്കും മതിയായതുകൊണ്ട് അങ്ങനെ പോട്ടെ, ഡബിൾ അടിച്ച് പോട്ടെ. ഇപ്പോൾ ഒരു പാട്ട് 4 വരി പാടേ. ബാബുക്കയുടെ പാട്ടാണ് കേട്ടോ. എനിക്ക് പഴയ പാട്ടിനോടാണേ താല്പര്യം. കാർ പാർട്ടിയാണ്. പിന്നെ എന്താ തരാമല്ലോ, ഞാൻ എന്നേ പറയണ്. അപ്പോൾ ഞാൻ എല്ലാവരും കൂടെ ഒത്തുകൂടാനായിട്ടൊരു മെസ്സേജ് ഇട്ടിരുന്നല്ലോ. വന്ദനം വന്ദനം മീനാക്ഷി വന്ദനം. അപ്പോൾ പിന്നെ കുറച്ച് പേരുടെയൊക്കെ റിപ്ലൈ കിട്ടിയുള്ളൂ. എല്ലാവരും കൂടെ കിട്ടണ്ടേ. കാറിൻ്റെ പാർട്ടിയൊക്കെ തരാമെന്ന് വിരോധമൊന്നുമില്ല. സുഖമാണ്. ഇല്ല ഡിന്നർ കഴിക്കാറായില്ല. നിഖിൽ നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ടീച്ചർ ലൈവ് കാണും. ഓക്കെ നിഖിലേ നമസ്കാരം. എല്ലാവരും കൂടെ എനിക്കൊരു സ്റ്റാർ അയക്കപ്പാ. എത്ര ദിവസം കൊണ്ട് ഞാൻ പറയണം? 1000 ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവുള്ളൂ. ഓക്കെ സ്റ്റാർ അയക്കണേ. പ്രസാദ് നമസ്കാരം. പ്രിയ നമസ്കാരം. ചില പേരൊക്കെ അങ്ങ് വിട്ടു പോകണം കേട്ടോ. ഓക്കെ പ്രദീപ് നമസ്കാരം. പ്രിയ നമസ്കാരം. പ്രദീപ് കുമാർ നമസ്കാരം. ദീപാലക്ഷ്മി നമസ്കാരം. ബീന അർജുൻ. അനുജ നമസ്കാരം. പ്രദീപ് കുമാർ നമസ്കാരം. ശ്രീകല നമസ്കാരം. പ്രവീണ നമസ്കാരം. സന്ധ്യ ഷാജി നമസ്കാരം. ഇസ്മായിൽ നമസ്കാരം. മഞ്ജു ഗോപിനാഥ് നമസ്കാരം. ടീച്ചർ വെറൈറ്റി കമ്മലുകൾ. വെറൈറ്റിയാണോ ഇത്? അയ്യോ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഏതൊക്കെ എടുത്തിടും. അതിനകത്ത് സ്വർണ്ണം ഉണ്ടാവും, ഇമിറ്റേഷനൊക്കെ ഉണ്ടാവും. അതെല്ലാം ഇടും വാരി. അങ്ങനെ സ്വർണ്ണം മാത്രമൊന്നും അല്ല ഇടുക, എല്ലാം ഇഷ്ടമാണ് കേട്ടാ. അതിനിടയ്ക്ക് കമ്മൽ ശ്രദ്ധിച്ച എങ്ങനെ കൊള്ളാവോ കമ്മൽ? ഓക്കെ വിഷ്ണു നമസ്കാരം. ഇസ്മായിൽ നമസ്കാരം. കൺമണി നീയൻ കരം പിടിച്ച കണ്ണുകളെന്തിനു വേറെ എനിക്കു കണ്ണുകളെന്തിനു വേറെ. കൺമണി നീയൻ കരം പിടിച്ച കണ്ണുകളെന്തിനു വേറെ എനിക്കു കണ്ണുകളെന്തിനു വേറെ. കാണാനുള്ളതു കരളിൽ പകരാ, കാണാനുള്ളതു കരളിൽ പകരാ ഞാനുണ്ടല്ലോ ചാരേ കണ്ണ, ഞാനുണ്ടല്ലോ ചാരേ. കൺമണി നീയൻ കരം പിടിച്ച കണ്ണുകളെന്തിനു വേറെ എനിക്കു കണ്ണുകളെന്തിനു വേറെ.
ഓക്കെ. ബീനാദാസ് നമസ്കാരം മോളെ. ഹരിനാരായൺ നമസ്കാരം. കലാമണ്ഡലം അമ്പിളി. അമ്പിളി നമ്മുടെ അമ്പിളിയാണോ? നമസ്കാരം മോളെ. നിഖിൽ കുമാർ നമസ്കാരം. മഞ്ജു നമസ്കാരം. ആളാം ഇത് ഓരോ സ്റ്റാർ അയക്കണേ. 100 വേണം, 100 വേണം മൊത്തം, എന്നാലേ പറ്റുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം കുറേ ദിവസം കൊണ്ട് പറയാ കേട്ടാ. അയക്കുമല്ലോ എല്ലാവരും. അയക്കണവരൊന്ന് പെട്ടെന്ന് ഒരു ഹായ് പറഞ്ഞ് അയക്കാമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ. നമസ്കാരം ടീച്ചർ നമ്മളെ. നമസ്കാരം അമ്പിളി. സുഖമായിരിക്കണമല്ലോ? ശാന്തി നമസ്കാരം. ഗുഡ് ഈവനിങ്. ശാന്തി ഗുഡ് ഈവനിങ് എഴുതിയിട്ടുണ്ട്. ഗുഡ് നൈറ്റ് ആവാറായി. മിനി അലക്സ് നമസ്കാരം. സുഖമാണ് മോളെ. സുഖം സുഖം. ഹരിനാരായൺ ടീച്ചർ ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണ്. എൻ്റെ വൈവമേ, അങ്ങനെയൊന്നും പറയല്ലേ എൻ്റെ ഹരി. നമ്മളാ പ്രസ്ഥാനോ? കൊള്ളാം. ഒരാളായാൽ മതി, നിങ്ങളെപ്പോലെ ഒരാളായാൽ മതി എനിക്ക്. മഞ്ജു നമസ്കാരം മോളെ. താങ്ക് യു. മുടീനെയും പൊട്ടിനെയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഇഷ്ടപ്പെട്ട അതല്ല. പൊട്ട് കണ്ടല്ല, 2 പൊട്ടാണ് ഇപ്പോൾ വയ്ക്കണം. ഞാൻ വലിയ പൊട്ട് വയ്ക്കണു, ഒരുങ്ങി നടക്കണമെന്നായിരുന്നു ഇവിടെ മീഡിയക്കാരുടെയൊക്കെ പരാതിയെ. അപ്പോൾ അതുകൊണ്ട് 2 പൊട്ടാക്കി. ഇനി കുറച്ചും കൂടി അങ്ങോട്ട് പറയട്ടെ എന്ന് വിചാരിച്ചു. ഈ പൊട്ടിന് വലിയ വിലയൊന്നുമില്ല, അതങ്ങോട്ട് ഇരുന്നോട്ടെ. അമ്പിളി മാമൻ പോലെ നെറ്റിയിൽ അമ്പിളി അമ്മാവ താമര കുമ്പിളിലെന്തുണ്ട് എന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ. ലത നമസ്കാരം. അനിൽ നമസ്കാരം.
രഞ്ജുഷ മേനോ നമസ്കാരം. എന്ത് സുന്ദരിയാ കാണാൻ. ആര്, ഞാനോ? എൻ്റെ പൊന്നെ, അപ്പം നിങ്ങൾ സുന്ദരിമാരെയൊന്നും കണ്ടിട്ടില്ല ഇതുവരെ. ഒരുപാട് ഇഷ്ടം. സന്തോഷം മോളെ. സുരേഷ് കുമാർ നമസ്കാരം. അഭിലാഷ് നമസ്കാരം. ഞാൻ ഇപ്പോൾ 2 പാട്ട് പാടി, ഇനിയും പാടണോ അഭിലാഷേ? ഇനി ഏത് പാട്ടാണ് പാടണ്ടേ? 4 വരി പാടിയാൽ മതിയോ? സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ, പ്രേമപൂജ പുഷ്പവുമായി തേടുവതാരേ, തേടുവതാരേ ആരേ. വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ, വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ, ദേവദാരുവിൻ തണലിലുറങ്ങും താപസകന്യകനീ, സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ. ഓക്കേ, നന്ദി. ശ്രീജിൽ ബാബു നമസ്കാരം. നമസ്കാരം നമസ്കാരം. തുളസി മേഡത്തിനെ എനിക്ക് ഒരുപാട് ഇഷ്ടം. എനിക്കിഷ്ടം അതുപോലെ തുളസീനെ കേട്ടോ. നമ്മൾ പരിചയപ്പെട്ടിട്ടൊന്നുമില്ല, എന്നാലും നിങ്ങൾ എന്നെ ഇഷ്ടം എന്ന് പറയുമ്പോൾ എനിക്ക് 100 പ്രാവശ്യം അങ്ങോട്ട് ഇഷ്ടം. ഓക്കേ ഓക്കെ ഓക്കെ. മായ നമസ്കാരം. ഞാൻ ട്രിവാൻഡ്രത്ത് നമ്മുടെ സെക്രട്ടേറിയറ്റ് സ്റ്റാച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതിനടുത്ത് തന്നെയാണ് കേട്ടോ. ഒരു ജനറൽ ഹോസ്പിറ്റലുണ്ട്, ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അതിൻ്റെ കുറച്ച് അടുത്തായിട്ട് വരും കേട്ടോ, ട്രിവാൻഡ്രത്ത്. ബിന്ദു ബാബു നമസ്കാരം. പ്രീജ ഉണ്ണി നമസ്കാരം. ജോയി, രാഷ്ട്രീയമൊന്നും ചോദിക്കല്ലേ ജോയി. രാഷ്ട്രീയത്തിൽ എനിക്ക് എല്ലാ രാഷ്ട്രീയത്തിലും ഇഷ്ടമാണ്. എല്ലാ രാഷ്ട്രീയത്തിലും ഓരോരോ വ്യക്തികളുണ്ട് എനിക്കിഷ്ടമുള്ള. അങ്ങനെയാണ് എൻ്റെ രാഷ്ട്രീയം. അത് സ്ഥിരമായിട്ടൊരു കലാകാരി എന്നുള്ള നിലയ്ക്ക് ഒരു രാഷ്ട്രീയത്തിൽ മാത്രം ഞാൻ നിൽക്കില്ല. എനിക്ക് എല്ലാ പാർട്ടിയിലും എനിക്ക് വേണ്ടപ്പെട്ട കുറേ ആൾക്കാരുണ്ട് ഇൻഡിവിജ്വലായിട്ട്. അങ്ങനെയാണ് എൻ്റെ രാഷ്ട്രീയം. അപ്പോൾ ആരാണ് എൻ്റെ ഏരിയയിൽ എനിക്ക് ഇഷ്ടമുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യും. അങ്ങനെയാണ്. അതെയോ, സ്റ്റാർസ് അയക്കാൻ ക്യാഷ് കൊടുക്കണമെന്നോ? ജോയ്, ആ ക്യാഷ് അങ്ങ് മുടക്കൂ. ടീച്ചറിന് കുറേ പ്രായമായില്ലേ, അപ്പോൾ ഇനി ഒരുപാട് കാലമൊന്നും തരണ്ട. ഒരു പ്രാവശ്യം അങ്ങ് ഇടൂ ജോയ്. ഒരുപാട് കാശൊന്നുമില്ല, നമ്മൾ എത്ര കാശ് കളയണ വെറുതെ. ഓം ശ്രീ നാരായണ ഗുരുദേവ നമ. ഓക്കെ, പേര് കയറിപ്പോയി. വസന്തകുമാരി നമസ്കാരം.
ഷീജ കുമാർ നമസ്കാരം. മുടിക്ക് എന്താ അഴക്, എങ്ങനെയാ അത് സൂക്ഷിക്കണമെന്നാ? അങ്ങനെ അങ്ങോട്ട് വളരും, അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ടല്ലോ. ഏ സൂക്ഷിക്കും ഷീജെ, മുടി സൂക്ഷിക്കും ഞാൻ. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്, നല്ലോണം സൂക്ഷിക്കുക. അത് ഇന്നലെയൊന്നും തുടങ്ങിയതല്ല, കുറേ വർഷമായിട്ട്. നമസ്കാരം വാസന്തി നമസ്കാരം. മുടീനെ സൂക്ഷിക്കണം, മുടി ജട കളഞ്ഞ് എപ്പോഴും എന്നും കുളിക്കണം. മുടിയുടെ വളം തന്നാൽ എന്നും കുളിക്കുന്നതാണ് മുടിയുടെ വളം, അല്ലാതെ ഒന്നുമില്ല. രശ്മി കൃഷ്ണകുമാർ നമസ്കാരം. ശോഭന ബാലരാമൻ നമസ്കാരം. ശോഭനെ ഒരാൾ സ്റ്റാർ അയച്ചല്ലോ. കാശിൻ്റെ കാര്യം പറഞ്ഞ് ദാരിദ്ര്യം പറഞ്ഞപ്പോഴത്തേക്കും ഒരാളിതേ അയച്ച് കണ്ട. അങ്ങനെയാണ് നല്ല ആൾക്കാർ. ജയശ്രീ വിനോദ് അയച്ചു. ഓക്കെ മോളെ, സന്തോഷം. വിജയലക്ഷ്മി വേണു ഹായ് നമസ്കാരം. ലിനു നമസ്കാരം. വസന്തകുമാരി നമസ്കാരം. വിദ്യാ വർമ്മ നമസ്കാരം. സുഖമാണ് സുമാർ നമസ്കാരം. സുഖം. മിനി അലക്സ് നമസ്കാരം. ലിനു നമസ്കാരം. സന്ധ്യ രാധാകൃഷ്ണൻ നമസ്തേ. സീമ സുരേഷ് നമസ്കാരം. ജയശ്രീ സ്റ്റാർ അയച്ചോ മെഡിക്കി. അങ്ങനെ എല്ലാവരും ഇതേ ജയശ്രീ അയച്ചു, ഒരു ഉണ്ണി അയച്ചു, ആരാണ്ടൊക്കെ അയച്ചിട്ടുണ്ട്. ഒന്ന് പെട്ടെന്ന് അയക്കുക എല്ലാവരും, നല്ല മക്കളല്ലേ എല്ലാവരും. ദ്വാരകയെ പാടണോ? എൻ്റെ ഈശ്വര, അത് എങ്ങനെ പാടും? അഭിലാഷേ ദ്വാരകേ ദ്വാപരയുഗത്തിലെ. എനിക്ക് വരി അറിഞ്ഞുകൂടെ കുട്ടി അഭിലാഷേ. നിങ്ങളിങ്ങനെ പറഞ്ഞാൽ ഞാൻ ഈ പാട്ടൊക്കെ എടുത്തു വയ്ക്കാം, ഇനി എന്നിട്ട് പാടാം കേട്ടോ. എല്ലാ പാട്ടൊക്കെ നമുക്ക് ഓർമ്മ നിൽക്കില്ല. ദ്വാപരയുഗത്തിലെ ശോഭന മറന്നുപോയി പാട്ട്, വരിയോ സംശയമുണ്ട്. പഴയ നല്ല പാട്ടാണ്, അഭിലാഷിന് ഇഷ്ടമുള്ള പാട്ട് എനിക്ക് എന്തായാലും ഇഷ്ടമാണ്, നല്ല പാട്ടാണ്. പക്ഷെ അത് വരി അറിഞ്ഞൂടാ. ഏതൊക്കെ ആണെങ്കിലേ നമുക്കത് നോക്കി ഇങ്ങനെ എടുത്തു വെച്ചിട്ട് പാടാൻ പറ്റുള്ളൂ. സോറി കേട്ടോ അഭിലാഷേ. കൃഷ്ണമ്മ അല്ല കൃഷ്ണ. കരിഷ്മ, ഓക്കേ. കരിഷ്മ രാമചന്ദ്രൻ നമ്മുടെ സ്റ്റുഡൻറ്റ് കരിഷ്മയാണ്. ഇനി അറിഞ്ഞൂടാ.
ഇതാ ഒരു പാട്ട് പിന്നെയും ചോദിച്ചേക്കണം. അങ്ങനെ പാടി 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 പാട്ടൊക്കെ ഓർമ്മ നിൽക്കേണ്ട എല്ലാ പാട്ടും. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ, മറക്കൂ നിങ്ങളെ ദേവദാസിയെ, മറക്കൂ മറക്കൂ. മതിയല്ല? ഓക്കെ. അമ്പാടി ടീച്ചറെ നമസ്കാരം. നമസ്കാരം നമസ്കാരം അമ്പാടി. വിജയലക്ഷ്മി വേണു, കമ്മൽ ചേരുന്നു നന്നായിട്ട്. ഇതൊന്നും സ്വർണ്ണമൊന്നുമല്ല, വെറുതെ കമ്മൽ ഭംഗിയില്ലേ. എന്തിനു സ്വർണ്ണമൊക്കെ? സ്വർണത്തിനൊക്കെ എന്താ വില? അങ്ങനെ അടുക്കാൻ പറ്റില്ല ഇപ്പോൾ. അതുകൊണ്ട് ഇതൊക്കെയാണ് നല്ലത്. സാരിക്ക് മാച്ചായതൊക്കെ ഇങ്ങനെ മേടിച്ച് കൂട്ടി വയ്ക്കും കേട്ടോ വിജയലക്ഷ്മി. ഓക്കേ. മെഹിൽ കുമാർ KV, അടിപൊളി. ഓക്കെ, സന്തോഷം. ജെൻസ് ജോൺ, നമസ്കാരം. ടീച്ചർ പാടുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വന്നു, കണ്ണു നിറഞ്ഞു. എൻ്റെ അമ്മ ഇതുപോലെ പാടും. ഓക്കെ. അമ്മയില്ലേ തുളസിക്ക്? അമ്മ മരിച്ചു പോയാ? കുഴപ്പമില്ല. ഇനി നമ്മളൊക്കെ ഇല്ലേ അമ്മയായിട്ട്? സന്തോഷമായിട്ടിരിക്കും കേട്ടോ. ടീച്ചർ കരിഷ്മയാണെന്ന്. പിന്നെ എന്ത് കരിഷ്മ എനിക്ക് മറക്കാൻ പറ്റുമോ? കൊള്ളാം. മിനി അലക്സ്, നല്ല പാട്ട്, നന്നായിട്ട് പാടി ടീച്ചർ. ഓക്കെ, സന്തോഷം സന്തോഷം കേട്ടോ. ജയശ്രീ, സന്തോഷം. നമസ്തേ. ജയശ്രീ സ്റ്റാർ അയച്ചിട്ടുണ്ട് കണ്ട. അതുപോലെ എല്ലാവരും പെട്ടെന്ന് അയക്കൂ. ടീച്ചറിനോട് സ്നേഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അയക്കൂ. അവിടെ കാശൊന്നും നോക്കരുത്. എന്തിട്ട് കാശ്? ഇച്ചിരി വല്ലതും ആവുമായിരിക്കും തോന്നും അല്ലേ? എനിക്കറിഞ്ഞൂടാ. 65 രൂപയുള്ളോ? ഞാൻ വിചാരിച്ച 650 രൂപയാണെന്ന്. 65 രൂപ എടുക്കില്ല ആരെങ്കിലും. നിങ്ങളെല്ലാവരും സ്റ്റാർ അയക്കും. എന്നിട്ട് നിങ്ങളുടെ എല്ലാ നമ്പറും കൂടെ അയക്കുക. 65 രൂപ ഞാൻ തിരിച്ചയച്ചു തരാം. ഓക്കെ. 65 രൂപയേ ഉള്ളൂന്ന് കേട്ടാ ഒരു സ്റ്റാറിന്. അതാണ് അപ്പോൾ വലിയ എമൗണ്ട്. ഒരു കപ്പലിൻ്റെ മുട്ടായി മേടിക്കാനുള്ള കാശേ ഉള്ളൂ അത് ഇപ്പോൾ. സനു, നമസ്തേ. ബീന ബാബു, സുഖമാണ് മോളെ. സുഖം സുഖം. സിമി, നമസ്തേ മോളെ. ഇന്ദിരാദേവി, നമസ്തേ. വൈൻഡപ്പ് ചെയ്താലാ അല്ലേ? ഇനി അടുത്ത ലൈവിൽ കാണാം. ഓക്കെ. SK നായർ, നമസ്തേ.
വൈൻഡപ്പ് ചെയ്യണേ. 3-4 പാട്ട് പാടി ഞാൻ, ചെറിയ ചെറിയ പാട്ടുകൾ ഇതായിട്ട്. വർഗീസ് സിന്ധു നമസ്തേ. ഷെർലി ടീച്ചർ അമ്മേ നമസ്തേ നമസ്തേ. അതൊക്കെ ഇപ്പം നിർത്തി. വലിയ പൊട്ട് നന്നായിട്ട് ചേരുന്നുണ്ട്. ഓക്കെ സന്തോഷം. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യണേ. മണി 9 കഴിഞ്ഞില്ലേ. ഇനിയിപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കാൻ സമയമായി കാണും. ഓക്കെ, അടുത്ത ദിവസം കാണാം കേട്ടോ. നല്ല പാട്ടുകളൊക്കെ വേണമെങ്കിൽ എനിക്ക് നമ്മുടെ പേജിലോട്ട് അങ്ങ് ഇടും, ഓരോരുത്തർ പേരൊക്കെ എഴുതി. അപ്പോൾ ഞാൻ ആ പാട്ട് പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഞാൻ സ്റ്റോപ്പ് ചെയ്യണേ. ഗുഡ് നൈറ്റ് എല്ലാവർക്കും.